ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇത് SSLC പരീക്ഷയിലെ ഫിസിക്സിലെ പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളിലെയും അതേപോലെ മാതൃകാ ചോദ്യപേപ്പറിലെയും ക്വസ്റ്റ്യൻസിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ റെസിസ്റ്റൻസ് ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്യുകയാണ്. എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കാണ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, resistance of a 20 cm long conductor is 20 ohm. The conductor is bent into circular loops and connected in the circuit as in the given diagrams. Calculate the resultant resistance in each case. 20 സെന്റിമീറ്റർ നീളമുള്ള ഒരു ചാലകത്തിന്റെ പ്രതിരോധം 20 ഓം ആണ്. ഈ ചാലകം വളച്ച് വൃത്താകൃതിയിലാക്കി താഴെ കാണുന്ന രീതിയിൽ സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഓരോ സന്ദർഭത്തിലെയും സഫല പ്രതിരോധം കണക്കാക്കുക എന്നാണ് ചോദ്യം. ഓക്കെ, ഇപ്പോൾ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ചിത്രത്തിലെയും സഫല പ്രതിരോധം എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തേതിൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. റെസിസ്റ്റൻസ് ഓഫ് എ 20 സെന്റിമീറ്റർ ലോങ് കണ്ടക്ടർ ഈസ് 20 ഓം. ഓക്കെ, the conductor is bent into circular loops and connected in the circuit as in the given diagram. അതായത് ഇതില് ഈ റെസിസ്റ്റൻസ് ഈ A to B എന്ന് പറയുന്ന ഇതായിരിക്കും ഇവിടുത്തെ റെസിസ്റ്റൻസ്. അതെന്ത് ചെയ്യുന്നു, ഒരു സർക്കുലർ ലൂപ്പായിട്ട് ബെൻഡ് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ റെസിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. R is equal to എന്താണ് 20 ഓം എന്ന് തന്നിട്ടുണ്ട്. R is equal to 20 ഓം. അപ്പോൾ ഈ R is equal to 20 ഓം തന്നെയായിരിക്കും ഈ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ്. കാരണം ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊന്നുമില്ല, ഒരു സിംഗിൾ ആയിട്ട് A to B എന്ന് വരച്ചിട്ടുള്ള ഒരു വയർ ഇങ്ങനെ സർക്കുലാർ രൂപത്തിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ R is equal to 20 ഓം തന്നെയായിരിക്കും അവിടുത്തെ റിസൾട്ടന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രോബ്ലം എടുത്താൽ, രണ്ടാമത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സർക്കുലാർ ലൂപ്പ് ഒരു സർക്കിളിന്റെ ഷേപ്പിൽ ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. സർക്കിളിന്റെ ഷേപ്പിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്? അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം, ഇത് ഈ സർക്യൂട്ടിനെ രണ്ടായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. സർക്യൂട്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, അതിന് നമുക്ക് R1 എന്ന് കൊടുക്കാം. താഴെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, ദാറ്റ് ഈസ് R2 എന്ന് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ആകെ റെസിസ്റ്റൻസ് എത്രയാണ്? ആകെ റെസിസ്റ്റൻസ് 20 ഓം ആയിരിക്കും. അപ്പൊ R1 ഉം R2 ഉം ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ നേർ പകുതിയായിട്ട് ഇതിന്റെ റെസിസ്റ്റൻസ് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് എന്തെഴുതാം? R1 ഈസ് ഈക്വൽ ടു 10 ഓം എന്നും R2 ഈസ് ഈക്വൽ ടു 10 ഓം എന്നും എഴുതാം. കാരണം മൊത്തം 20 ഓം ആണ്, അത് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ 10 ഓം ഈച്ച് ആവും അല്ലെ. പിന്നെ ഇത് ഘടിപ്പിച്ചിരിക്കുന്നതിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ദിസ് സർക്യൂട്ട് ഈസ് കണക്റ്റഡ് ഇൻ എ സീരീസ് വേ, പാരലൽ വേയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു രൂപം നമുക്ക് ഇങ്ങനെ വരച്ചാൽ ഇത് ശരിക്കും ഇങ്ങനെയാണുള്ളത് അല്ലെ. ഇങ്ങനെ മുകളിൽ ഒരു റെസിസ്റ്റൻസ്, ദെൻ താഴെ ഒരു റെസിസ്റ്റൻസ്. അതിപ്പോ ഒരു വയറിന്റെ രൂപത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മുകളിലത്തെ R1 താഴത്തെ R2 എന്ന് എടുക്കാം. അപ്പൊ ഇത് പാരലൽ വേയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഡിവൈഡ് ചെയ്ത് പോയത് എങ്ങനെയാണെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. അപ്പൊ ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, ലെങ്ത് കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. ഇപ്പം 10 ഓം റെസിസ്റ്റൻസ് ഉള്ളതിന് 10 മീറ്റർ ലെങ്ത് ആണെങ്കിൽ 20 ഓം റെസിസ്റ്റൻസ് വരുമ്പോൾ അത് 20 മീറ്റർ ലെങ്ത് ആയിരിക്കും. അതായത് അങ്ങനെ കൂടി വരുവാണ്. ലെങ്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും കൂടും. അതുകൊണ്ടാണ് ഞാൻ നേരെ കറക്റ്റ് പകുതി എടുത്തത്, 10 എടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. അപ്പോഴങ്ങനെ വരുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസ് വേയിൽ കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ R ഈസ് ഈക്വൽ ടു R1 R2 ബൈ R1 പ്ലസ് R2, R1 R2 ബൈ R1 പ്ലസ് R2, അല്ലെങ്കിൽ 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്നുള്ള ഇക്വേഷൻ എഴുതിയാലും മതി. പ്രോബ്ലത്തിന് വേണ്ടി നമ്മൾ എളുപ്പത്തിലുള്ള ഇക്വേഷൻ എഴുതും. അപ്പോൾ ഓരോന്നിന്റെ R1ന്റെ റെസിസ്റ്റൻസ് 10 ആണ്. 10 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 10 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 10 100 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 10 ഈസ് 20. അപ്പോൾ ക്യാൻസൽ ചെയ്യാം. 100/20 ഈസ് ഈക്വൽ ടു 5 ഓം ആണ് ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ ഫസ്റ്റ് കേസിലെ റെസിസ്റ്റൻസ്, കേസ് 1ലെ റെസിസ്റ്റൻസ് 20 ഓം ആണെങ്കിൽ കേസ് 2ലെ റെസിസ്റ്റൻസ് 5 ഓം ആയിരിക്കും. രണ്ടും പാരലൽ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ
എ ബി സി ഡി ആൻഡ് ഇ ആർ 5 10 ohm resistors connected in a circuit as in the given diagram. Calculate the effective resistance of the circuit. What is the electric current through the circuit? രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. 5 ഇതിൽ മൊത്തത്തിൽ എത്രയുണ്ട്? 5 റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. ഓക്കെ, എ ബി സി ഡി ഇ എന്ന് പറയുന്ന 5 റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്ന വേയും കൂടെ നോക്കുക. കണക്ട് ചെയ്തിരിക്കുമ്പോൾ ഓക്കെ, ഇതിന്റെ ഓരോന്നിന്റെയും റെസിസ്റ്റൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 10 ohm ആണ്. 10 ohm ആണ് ഓരോന്നിന്റെയും റെസിസ്റ്റൻസ്. അപ്പോൾ എ 10 ആണ്, ബി 10 ആണ്, സി ഡി ഇ എല്ലാം 10 ohm ആണ്. ദെൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. അതായത് എ ബി സി ഡി ഇ എന്നീ 5 10 ohm റെസിസ്റ്ററുകൾ താഴെ കൊടുത്തിരിക്കുന്ന പോലെ സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്നു. സർക്യൂട്ടിലെ സഫല പ്രതിരോധം കണക്കാക്കുക. സർക്യൂട്ടിലെ കറണ്ട് എത്ര എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഒന്നാമത്തെ ചോദ്യം തൊട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത്, ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സീരീസിലും പാരലലും ആയിട്ടാണ്. ഇപ്പൊ നമുക്ക് ഓരോന്നും സോൾവ് ചെയ്ത് കൊണ്ടുപോകാം. അതായത് ഏറ്റവും ആദ്യം ഈ എ തൊട്ട് ബി വരെയുള്ള എ ടു ബിയിലെ റെസിസ്റ്റൻസ് ഒന്ന് നോക്കുക. ഇത് മാത്രം ഒന്ന് എടുക്കുക. ഇത് മാത്രം എടുത്താൽ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക? ഇത് മാത്രം കണക്ട് ചെയ്തിട്ടുള്ളത് സീരീസ് വേയിലല്ലേ, അല്ലെ? അതായത് ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ്, 2 റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നതാണ്, അല്ലെ? നിങ്ങൾ വളച്ചു വെച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഇത് സീരീസ് വേയിലാണ്. അപ്പൊ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് ലെറ്റ് ഇറ്റ് ബി ആർ എ ബി എന്ന് നമുക്ക് എഴുതാം. ആർ എ ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? സീരീസ് വേ ആയതുകൊണ്ട്, ശ്രേണി രീതി ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? R1 പ്ലസ് R2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആണ് ഓരോന്നിന്റെയും വാല്യൂ. 10 പ്ലസ് 10 ഈസ് ഈക്വൽ ടു 20 ohm എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഈ സി ഡി എന്നുള്ളത് നമ്മൾ സോൾവ് ചെയ്യാണ്. സി ടു ഡി എടുത്തു കഴിഞ്ഞാൽ സി ടു ഡിയിൽ ഇത് രണ്ടും എന്താണ്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെ? അപ്പൊ നമുക്കത് ആർ സി ഡി എന്ന് എഴുതാം. അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർ സി ഡി എന്ന് പറയുന്നത്, ഓക്കെ, അവിടുത്തെ വാല്യൂ ആർ സിയുടെ വാല്യൂ എത്രയാണ്? 10 ആണ്. ആർ ഡിയുടെ വാല്യൂ എന്താണ്? 10 ആണ്. അപ്പൊ 10 പ്ലസ് 10 ഈസ് ഈക്വൽ ടു 20 ohm. ഓക്കെ, ഇനി അടുത്ത ഇയുടെ ഇവിടെ 10 ohm തന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പോ ഈ എ ബി എന്നുള്ള റെസിസ്റ്റൻസ് മാറ്റി പകരം ഒരു റെസിസ്റ്റൻസ് ആർ എ ബി എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് നമ്മൾ വെച്ചാൽ അതിന്റെ വാല്യൂ, അപ്പൊ ഇനി ഇതെല്ലാം മാറ്റി ഇവിടെ ഒറ്റ ഒരു റെസിസ്റ്റൻസേ ഉള്ളൂ. അതിന്റെ വാല്യൂ എത്രയാണ്? 20 ohm ആണ്. അതാണ് ആർ എ ബി. അതേപോലെ സിയും ഡിയും ഒക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞു. അതിന് പകരം ഒറ്റ റെസിസ്റ്റൻസ് വെച്ചു. ദാറ്റ് ഈസ് ഓൾസോ 20 ohm. ഇനി നിങ്ങൾ നോക്കുക, ഈ 20 ohmഉം ഈ 10 ohmഉം ഈ 20 ohmഉം എന്താണ്? പാരലൽ വേയിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1/R ഈസ് ഈക്വൽ ടു, ഓക്കെ, 1 ഇവിടെ നമ്മൾ ആദ്യത്തേത് 20 ohm എന്നുള്ളത് ആർ എ ബി എന്നല്ല ഇട്ട്. അപ്പോൾ ആർ എ ബി പ്ലസ് 1 നമുക്ക് ഇ ആണ് ഇവിടുത്തെ റെസിസ്റ്റൻസ്, അല്ലേ? അപ്പോൾ നമുക്ക് ആർ ഇ എന്ന് എഴുതാം. പ്ലസ് 1/R സി ഡി എന്ന് എഴുതി. ഓക്കെ, ആർ സി ഡി എന്ന് എഴുതി. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1/R എ ബി ഈസ് 20. അപ്പോൾ 1/20 പ്ലസ് 1/R ഇ എന്ന് പറയുന്നത് 10 ആണ്. പ്ലസ് ആർ സി ഡി എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർ എത്രയുണ്ട്, ഈ സർക്യൂട്ടിലെ മൊത്തം റെസിസ്റ്റൻസ് എത്രയുണ്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് സോൾവ് ചെയ്യാലോ. ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ LCM എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് 10 നമുക്ക് 20 ആക്കി മാറ്റാം. 10 20 ആക്കി മാറ്റുമ്പോൾ നമുക്ക് 1/20 പ്ലസ്, ഓക്കെ, 10 20 ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെ? അപ്പോൾ അത് 20 ആക്കി. അപ്പോൾ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 2 എന്ന് എഴുതാം. പ്ലസ് 1/20, അല്ലെ? സമം. അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ 20ൽ 1 plus 2 plus 1. So that is equal to 4/20. 4/20. അപ്പൊ നമുക്ക് ഈ 4/20 എന്ന് കിട്ടിയത് ഏതാണ്? 1/R ആണ്, അല്ലെ? 1/R ആണ് 4/20 എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഈ മുകളിലോട്ട് അതിന്റെ ആൻസർ എഴുതാം. അപ്പോൾ 1/R ഈസ് ഈക്വൽ ടു 4/20. Therefore R ഈസ് ഈക്വൽ ടു എന്ത് വരും? 20/4.
4 that is equal to 20 by 4 is equal to 5 ohm. 5 ohm ആണ് നമ്മുടെ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. 5 ohm ആണ് ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ അത് മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, എന്തും കൂടെ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ഇലക്ട്രിക് കറണ്ട് ത്രൂ ദ സർക്യൂട്ട് എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഇലക്ട്രിക് കറണ്ട് ത്രൂ ദ സർക്യൂട്ട്. ഓക്കെ, ഇലക്ട്രിക് കറണ്ട് ത്രൂ ദ സർക്യൂട്ട്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? 12 വോൾട്ട് ആണ് അല്ലെ. വി ഈസ് ഈക്വൽ ടു, ഓക്കെ ഇവിടെ എഴുതാം, വി ഈസ് ഈക്വൽ ടു 12 വോൾട്ട്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, R കണ്ടുപിടിച്ചല്ലോ. R ഈസ് ഈക്വൽ ടു 5 ohm. ദെൻ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. I ഈസ് ഈക്വൽ ടു എന്താ? V by R ആണ് അല്ലെ. V ഈസ് ഈക്വൽ ടു IR. അതുകൊണ്ട് I ഈസ് ഈക്വൽ ടു V by R വരും. സോ I ഈസ് ഈക്വൽ ടു V by R, that is equal to 12 by 5. 12 by 5 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 12 by 5 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2.4 ആംപിയർ എന്നാണ്. 2.4 ആംപിയർ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഉത്തരം വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ അതിന്റെ ഡിവിഷൻ കാണിക്കുന്നില്ല. 12 by 5 is equal to 2.4 ആംപിയർ. അപ്പോൾ ഈ ഇങ്ങനത്തെ ചോദ്യങ്ങൾ SLC പരീക്ഷയ്ക്ക് സാധാരണയായി ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ മൊത്തം ഈ റെസിസ്റ്റൻസിനെ എല്ലാം സോൾവ് ചെയ്ത് കൊണ്ടുവരിക. ഓരോന്നും ആദ്യം AB സോൾവ് ചെയ്തു, CD സോൾവ് ചെയ്തു, പിന്നെ ഇത് മൂന്നും എന്താണ്, പാരലൽ വേയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് 5 ohm കിട്ടുന്നു. ദെൻ അതിനുശേഷം അതിൽ നിന്ന് I യുടെ വാല്യൂ തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് അത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇത് ഈ ടൈപ്പ് ഇമ്പോർട്ടന്റ് ആണ്, ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രോബ്ലം. ഇപ്പോൾ റെസിസ്റ്റൻസിന്റെ പ്രോബ്ലംസ് ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ പവറിന്റെ പ്രോബ്ലത്തിലേക്ക് പോവാണ്. സോ എ ഫിലമെന്റ് ലാമ്പ് ഡിസൈൻ ടു വർക്ക് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 250 volt has power 100 watt. What will be the power of this lamp when connected to a 100 volt supply? 250 വോൾട്ടിൽ പ്രവർത്തിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു ഫിലമെന്റ് ലാമ്പിന്റെ പവർ 100 വാട്ട് ആണ്. ഇത് 100 വോൾട്ട് സപ്ലൈയിൽ ഘടിപ്പിച്ചാൽ പവർ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ പവറിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. പവറിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കാൻ നിങ്ങൾ കുറെ ഇക്വേഷൻസ് പവറിന് വരുന്നുണ്ട്. അതെല്ലാം കൂടെ കാണാതെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പവറിന്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പവർ എന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ ടൈം ആണ്, അല്ലെങ്കിൽ എനർജി ബൈ ടൈം ആണ് പവറിന്റെ ബേസിക് ഇക്വേഷൻ. എനർജി ബൈ ടൈം, അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ചെയ്യുന്ന വർക്കിന്റെ അളവിനെയാണ് പവർ എന്ന് പറയുക. അപ്പൊ ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ കേസിലും ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ എ പർട്ടിക്കുലർ ടൈം, ഇൻ ആൻ ഇൻസ്റ്റന്റ് ഓഫ് ടൈം എന്ന് പറയുന്നതാണ് പവർ എന്ന് പറയുന്നത്, E/T. അപ്പോ ഇവിടെ ഇവിടുത്തെ ഇലക്ട്രിക് സപ്ലൈയിൽ വരുന്ന എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹീറ്റ് എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഇക്ക് പകരം H എന്ന് ഇടാം, അല്ലെ, H/T എന്ന് വിടാം. അപ്പോൾ H എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് വെച്ചിട്ട് H ഈസ് ഈക്വൽ ടു I² RT അല്ലെ ബൈ T. അപ്പോൾ ഈ ടിയും ഡിവൈഡ് കട്ട് ചെയ്ത് പോകുന്നു, നമുക്ക് കിട്ടുന്നു I² R. P ഈസ് ഈക്വൽ ടു I² R. ഇനി ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ പോരാ. ഓക്കെ, ഇത് പഠിച്ചിട്ട് ഇതിൽ ഈ ഓംസ് ലോ വെച്ചിട്ട് ഇതിനെ 2-3 രീതിയിൽ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. ഓംസ് ലോ വെച്ചിട്ട് മാറ്റി എഴുതാൻ പറ്റും അല്ലെ. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഓംസ് ലോ എന്താണ് പറയുക? V ഈസ് ഈക്വൽ ടു IR ആണ് അല്ലെ. അപ്പൊ I ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? V by R ആയിരിക്കും അല്ലെ. I ഈസ് ഈക്വൽ ടു V by R. അപ്പൊ അത് ഇതിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പവറിന്റെ അടുത്ത ഇക്വേഷൻ കിട്ടും. I² R പകരം ഐക്ക് പകരം V by R കൊടുത്തു കഴിഞ്ഞാൽ V² by R² ഇൻറ്റു R എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ ഒരാറും ക്യാൻസൽ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് V² by R നമുക്ക് കിട്ടുന്നു. സോ ഇത് പവറിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ പഠിച്ചിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഈ I² R ഈ H/T ആണെന്നും വർക്ക് ബൈ ടൈം എനർജി ബൈ ടൈം ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ അതിൽ ഓരോന്ന് അപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. എന്തിനായിരിക്കും ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്? അതായത് വോൾട്ടേജും റെസിസ്റ്റൻസും തന്നു കഴിഞ്ഞാൽ പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇതിവിടെ കറണ്ടും റെസിസ്റ്റൻസും തന്നു കഴിഞ്ഞാൽ പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇനി ഒരു ഇക്വേഷൻ കൂടെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇവിടെ ആറിന് പകരം നമുക്ക് VI എന്ന് എഴുതാലോ അല്ലെ. സോറി, R ഈസ് ഈക്വൽ ടു V/I എന്ന് എഴുതാലോ. R ഈസ് ഈക്വൽ ടു V/I എന്ന് എഴുതിയാൽ ആ ഇക്വേഷൻ എന്തായി മാറും? P ഈസ് ഈക്വൽ ടു I² ഇൻറ്റു V/I. ഇവിടുത്തെ ഈ ഐയും ഒരൈയും ക്യാൻസൽ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് VI.
പവറിന്റെ അടുത്ത ഇക്വേഷൻ ആണ് VI, അതായത് വോൾട്ടേജും കറണ്ടും തന്നു കഴിഞ്ഞാൽ പവർ കാണുന്ന ഇക്വേഷൻ ആണിത്. 3 ഇക്വേഷൻ അല്ലെ, 3 ഇക്വേഷൻ. ഈ 3 ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരിക. ഓക്കെ, നമുക്കെന്നാ പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ എ ഫിലമെന്റ് lamp designed to work at a potential difference of 250 volt. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഡേറ്റാസ് എടുത്ത് എഴുതുന്നു. V is equal to 250 volt. Has a power of 100 watt. P is equal to 100 watt. What will be the power of this lamp when connected to a 100 volt supply? What will be the power of this lamp when connected to a 100 volt supply? അപ്പോൾ ഇതില് ഒരേ ബൾബ് തന്നെയാണ്. ഒരേ ബൾബ് തന്നെ ആദ്യം എന്ത് ചെയ്തു, 250 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള സർക്യൂട്ടിൽ കണക്ട് ചെയ്തപ്പോൾ അതിന്റെ പവർ 100 വാട്ട് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 100 വോൾട്ട് ഉള്ള ഒരു സപ്ലൈയിൽ കണക്ട് ചെയ്യുമ്പോൾ ഉള്ള പവർ, ഇപ്പോൾ ഓർത്തിരിക്കുക, ഈ ഫിലമെന്റ് ലാമ്പ് അവിടെ ഒരേ ഒബ്ജക്റ്റ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റെസിസ്റ്റൻസ് സെയിം ആയിരിക്കും. അപ്പൊ ഈ പവറും റെസിസ്റ്റൻസും വോൾട്ടേജും തമ്മിലുള്ള ഇക്വേഷൻ എന്താ, കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമ്മളിപ്പം പറഞ്ഞിരുന്നു. P is equal to V² by R ആണ് അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് R കാൽക്കുലേറ്റ് ചെയ്യാലോ. അപ്പൊ ഇവിടെ R എന്ന് പറയുന്നത് എന്തായിരിക്കും, R-നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, P-യെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അല്ലെ. R is equal to ഇത് വരും V² by P എന്ന് വരുന്നു. V² by P. V² 250 into 250 divided by P is equal to 100. ഓക്കെ, അപ്പൊ നമ്മളിത് രണ്ടും ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ 25 into 25 that is equal to 625 വോൾട്ട് എന്ന് വരുന്നു. ഓക്കെ, ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് R is equal to 625 ഓം എന്ന് കിട്ടി. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇതാണ്. വാട്ട് വിൽ ബി ദ പവർ ഓഫ് ദിസ് ലാമ്പ് വെൻ കണക്റ്റഡ് ടു എ 100 വോൾട്ട് സപ്ലൈ. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് സെക്കൻഡ് പാർട്ടില് കേസ് 2 അല്ലെ, കേസ് 2 വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്, 100 വോൾട്ട് ആണ്. റെസിസ്റ്റൻസ് നമ്മളിപ്പോ ഓൾറെഡി കണ്ടുപിടിച്ചു. റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 625 ഓം ആണ്. അപ്പൊ പവർ കണ്ടുപിടിക്കണം. പവർ കാണാനുള്ള ഇക്വേഷൻ, ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, വിയും ആറും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ P is equal to V² by R. So that is equal to 100 into 100 അല്ലെ, വോൾട്ടേജ് 100 ആണ്, ഡിവൈഡഡ് ബൈ 65. ഓക്കെ, അപ്പോൾ 10,000 ഡിവൈഡ് ബൈ 625 വരും. 65 അല്ല 625 വരും. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 16 ആംപിയർ ആണ്. നിങ്ങൾ 16 വാട്ടാണ് 16 വാട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആൻസർ കറക്റ്റ് ആണോ കിട്ടുന്നതെന്ന്. ഞാൻ സമയം കളയാതെ ഇത് ചെയ്യുന്നില്ല, സമയം അധികം ആകുന്നത് കൊണ്ട്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സുകൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ആൻസർ അടുത്ത ദിവസത്തെ വീഡിയോയിൽ ചെയ്യുന്നതാണ്. എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് 10th കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ വീഡിയോ സീരീസിലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് ഇതിന്റെ ബാക്കി പവറുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ചുകൂടി കണക്കുകളുണ്ട് ഈ പാഠത്തിൽ. അപ്പോൾ ആ പ്രോബ്ലംസും നിങ്ങളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളും ഒക്കെയുള്ള സൊല്യൂഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.